Hi students, hope you are fine. We completed our first lesson, Ames First Speech. We discussed in this lesson the first experience of Abraham Lincoln as a speaker, as an orator. ഒരു പ്രാസംഗികൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവമാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നത്. വി ഡിസ്കസ് ഹിസ് ഡ്രസ് കോഡ് ആൻഡ് ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് ഹിസ് ഹെയർ സ്റ്റൈൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിൽ. ഇറ്റ് മീൻസ് ഒരാളുടെ ഡ്രസ് കോഡോ അല്ലെങ്കിൽ ഒരാളുടെ ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസോ അല്ലെങ്കിൽ ഒരാളുടെ ഹെയർ സ്റ്റൈലോ അതൊന്നുമല്ല ഇതിനൊക്കെ ആധാരമായിട്ടുള്ളത്. അവനവൻ്റെ ടാലൻറ്റ് പ്രകടിപ്പിക്കുന്നതിനേക്ക് അതൊന്നുമല്ല അടിസ്ഥാനമായിട്ടുള്ളത്. മറിച്ച് അതിനുള്ള കോൺഫിഡൻസ്, അതിനുള്ള കറേജ്, അതിനുള്ള വിൽ പവർ, അതിനോടുള്ള അടങ്ങാത്തൊരു ആഗ്രഹം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ വി ഹാവ് സം എബിലിറ്റീസ്, ടാലൻസ്. ഇതുപോലെ നമുക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ടാലൻസ് നമുക്കുണ്ടാവും. പക്ഷേ വി ഡോണ്ട് ഹാവ് കറേജ് ഓർ കോൺഫിഡൻസ് ടു ഷോ ദീസ് എബിലിറ്റീസ് ടു ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പ്രകടിപ്പിക്കാനുള്ള കോൺഫിഡൻസ്, ആ ധൈര്യം നമുക്ക് ഇല്ലാതെ പോകുന്നു. അങ്ങനെ അതിനെ ഓവർകം ചെയ്യാതെ ഒരുപാട് ആളുകൾ അവരുടെ കഴിവിനെ തിരിച്ചറിയാതെ മടിയന്മാരായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലൂടെ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറിയിലൂടെ ഒരിക്കലും അവരുടെ ടാലൻറ്റ് കണ്ടെത്താതെ അവരൊരു സാധാ നോർമൽ ജീവിതം നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അവരുടെ കഴിവെങ്ങാനും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ മേക്ക് മിറാക്കിൾ, അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, അവർ ഉയരങ്ങളിൽ അവർക്ക് പറക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട്, ധൈര്യമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട്, പലപ്പോഴും ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയും. അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ, ആരും മോട്ടിവേറ്റ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കഴിവുകൾ തിരിച്ചറിയാൻ പറ്റാതെ വളരെ ഉയരങ്ങളിൽ ജീവിക്കേണ്ട ആളുകൾ പലപ്പോഴും വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരിക്കലും നമ്മുടെ ജീവിതം ആയിപ്പോവാൻ പാടില്ല. വി ഷുഡ് ഫൈൻഡ് ഔട്ട് അവർ ടാലൻസ്. നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തണം. അതിനുള്ള ഓരോ അവസരങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ സ്വമേധയാ ഉണ്ടാക്കിക്കൊണ്ട് ആ കഴിവ് നമ്മൾ കണ്ടെത്തി എൻ്റെ കഴിവ് എന്താണെന്ന്, വി ഷുഡ് ഫൈൻഡ് അവർ എബിലിറ്റീസ്, നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തണം. എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ടാവും. ഇറ്റ് മേ വാരി ഓർ ഡിഫർ. അതൊരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒരു പക്ഷേ പാടാൻ കഴിഞ്ഞോളണമെന്നില്ല, എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പലർക്കും പല രൂപത്തിലുള്ള കഴിവുകളായിരിക്കും. അങ്ങനെ നമ്മുടെ കഴിവുകളെ കണ്ടെത്തി ഒരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിന് ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ സക്സസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ തന്നെയാണ് ഓരോ ആളുകളും വിജയിച്ച ചരിത്രമുള്ളൂ. ഇവിടെ നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ ഇൻ ദിസ് ലെസൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഈ ലെസണിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെക്കുറിച്ചാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ that was afraid to make its first flight, and how its parents got it into action and thereby equipped to face the challenges of life. Let's read the story of a young seagull that was afraid to make its first flight. Now we are going to discuss here a story of a young seagull. Seagull means kadal kaka. Okay, let's read the story of a young seagull that was afraid to make its first flight. അതിൻ്റെ ആദ്യത്തെ പറക്കൽ എനിക്ക് പേടിയുള്ള ഒരു സീഗളിൻ്റെ സ്റ്റോറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതാണ് ഈ ആദ്യത്തെ സ്റ്റെപ്പ്. എല്ലാ യാത്രയും തുടങ്ങുന്നത് ആദ്യത്തെ ഒരു സ്റ്റെപ്പിലൂടെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ് ഉണ്ടാവുക. അതങ്ങ് ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യം അങ്ങോട്ട് പെർഫോം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് തെറ്റുകൾ പറ്റും, പലപ്പോഴും ആളുകൾ കളിയാക്കും, പലപ്പോഴും നമ്മൾ വിറച്ചു പോകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനെ കാര്യമാക്കാതെ അതിനെ അങ്ങോട്ട് തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ സീകളുടെ കഥയും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതിൻ്റെ ആദ്യത്തെ ആ പറക്കൽ, അതിൻ്റെ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് ഇറ്റ് ഇൻടു ആക്ഷൻ. ഗോഡഡ് മീൻസ് ഇൻസ്പിറേഷൻ ഓർ മോട്ടിവേഷൻ, പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടു ആക്ഷൻ ആൻഡ് thereby equipped to face the challenges of life. equip means നമ്മൾ പഠിച്ചിട്ടുണ്ട്, സജ്ജമാക്കുക. ഓക്കെ,
how its parents goaded it into action and thereby equipped it to face the challenges of life. അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളെ ഫേസ് ചെയ്യേണ്ടത്, ആ പ്രയാസങ്ങൾ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സീകളിനെ എന്ത് ചെയ്യുന്നു, സജ്ജമാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. Okay, the young seagull was alone on his ledge. Ledge means projected part. മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം. Then his two brothers and his sister had already flown away. Fly, flew, flown. പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഹാഡ് എന്നുള്ളതിന് ശേഷവും ഹാസ് എന്നുള്ളതിന് ശേഷവും ഹാവ് എന്നുള്ളതിന് ശേഷം ഏത് ഫോമാണ് ഉപയോഗിക്കുക? V3 ഫോമാണ് ഉപയോഗിക്കുക. ഓരോ വാക്കിനും ഇതുണ്ടാവും, V1, V2, V3 എന്നുണ്ടാവും. അതിൻ്റെ V3 ഫോമാണ് ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെയും ശേഷം ഉപയോഗിക്കുക. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഹിസ് സിസ്റ്റർ had already flown away the day before. He had been afraid to fly with them. Somehow means എങ്ങനെയോ. ഇതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Somewhere എവിടെയോ, someone ആരോ, somewhat എന്തോ. ഓക്കെ, somehow means എങ്ങനെയോ. When he had taken a little run forward, forward means മുന്നോട്ട്, backward, then upward, then downward. Forward, backward, upward and downward. To the brink of the ledge. Brink means end, അതിൻ്റെ അറ്റം, edge. Brink means അതിൻ്റെ edge or end. Brink of the ledge and attempted to flap his wings. Flap means move, വീശുക, ചലിപ്പിക്കുക. Flap his wings, he became afraid. The great expanse of sea stretched down beneath. Stretched down beneath means നീണ്ടു നിവർന്ന് കിടക്കുക എന്നൊക്കെ പറയല്ലേ. സ്ട്രെച്ച് യുവർ ഹാൻഡ് എന്ന് പറയും. സ്ട്രെച്ച് യുവർ ഹാൻഡ് മീൻസ് സ്ട്രെച്ച് യുവർ ഹെൽപ്പിംഗ് ഹാൻഡ്, സഹായഹസ്തം നീട്ടുക എന്നൊക്കെ പറയും. അതുപോലെ then your teacher wants to punish you or beat you in your hand, then he or she will say stretch your hand. Stretch means കൈ നീട്ടുക എന്ന് പറയല്ലോ. സ്ട്രെച്ച് യുവർ ഹെൽപ്പിംഗ് ഹാൻഡ്, സഹായഹസ്തം നീട്ടുക. ഇറ്റ് മീൻസ് നീട്ടുക എന്നൊക്കെയാണ് സ്ട്രെച്ച് എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് മീനിങ്. ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ഡൗൺ, അങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്, നീണ്ട് കിടക്കുന്നുണ്ട്. Then and it was such a long way down, miles down. Then he felt certain that his wings would never support him. Never, ഒരിക്കലും. Ever എന്നും. I never forget you, I ever remember you എന്നൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. Then his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. Okay, let's start from the first. Okay, I think you got the word meanings, and let's start from first. The young seagull was alone on his ledge. He was alone on his ledge. ആ പ്രൊജക്റ്റഡ് പാർട്ടിൽ അവന് ആ യങ് സീഗൾ തനിച്ചായിരുന്നു. His two brothers and his sister had already flown away the day before. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ പറന്ന് പോയിട്ടുണ്ടായിരുന്നു. Then he had been afraid to fly with them, but he has no courage to fly with them. അവരുടെ കൂടെ പറക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. He had been afraid to fly with him. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings. Somehow, when he had taken a little run forward, എങ്ങനെയോ അവന് ചെറുതായിട്ടൊന്ന് മുന്നോട്ട് ചലിച്ചു. When he had taken a little run forward to brink of the ledge. ആ പ്രൊജക്റ്റഡ് പാർട്ടിൻ്റെ അറ്റത്തേക്ക് അവൻ എങ്ങനെയോ ചലിച്ചു. അത്രയും അവനക്ക് പേടിയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ അവൻ അങ്ങോട്ട് മൂവ് ചെയ്തു. ആൻഡ് attempted to flap his wings. എന്നിട്ട് അവൻ്റെ ചിറകടിക്കാൻ വേണ്ടി ശ്രമിച്ചു. But he became afraid.
but he totally afraid. അവൻ പരിപൂർണമായിട്ടും അവൻ എന്ത് ചെയ്തു? പേടിച്ചു. He became afraid. അവന് പേടിച്ചു. I want to become a good student. ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. I will become. ഞാൻ ആവും. Became I. He became afraid. അവന് പേടിച്ചു. അവനക്ക് പേടിയായി. The great expanse of sea stretched down beneath. എന്ത് കണ്ടിട്ടാണ്? താഴെ വിശാലമായി പരന്നു കിടക്കുന്ന കടലാണ്. And it was such a long way down, miles down. അവിടേക്കുള്ള ആഴമോ വളരെ വലിയ ആഴമുണ്ട്. Then he felt certain that his wings would never support him. അവൻ വിചാരിച്ചു, ഒരിക്കലും എൻ്റെ ചിറകുകൾ എന്ത് ചെയ്യില്ല, എന്നെ സപ്പോർട്ട് ചെയ്യില്ല, എനിക്ക് പറക്കാൻ കഴിയില്ല. Then so he bent his head and ran away back to the little hole under the ledge. അങ്ങനെ അവൻ എന്ത് ചെയ്തു? So he bent his head. അവൻ തല കുനിച്ചുകൊണ്ട് and ran away back to the little hole under the ledge. ആ ലെഡ്ജിൻ്റെ താഴെയുള്ള അവൻ്റെ ആ ഹോളിലേക്ക് അവന് തിരിച്ചു വന്നു. Where he slept at night. അവിടെയാണ് അവന് കഴിഞ്ഞ ദിവസം ഉറങ്ങിയിരുന്നത്. ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? Where he slept. അവൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയ ആ സ്ഥലത്തേക്ക്. വേർ എന്ന് പറഞ്ഞാൽ ഡിറക്റ്റ് മീനിങ് എന്താണ്? എവിടെ എന്നാണ്. അതൊരു സ്ഥലത്തിനേക്ക് നമ്മൾ വിശേഷണം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? വേർ എന്ന് പറയും. അവൻ്റെ ഹോളിലേക്ക് മടങ്ങി. എങ്ങനത്തെ ഹോളാണ്? വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അവിടെയാണ് അവൻ എന്ത് ചെയ്തത്? കഴിഞ്ഞ ദിവസം ഉറങ്ങിയിരുന്നത്. ദിസ് ഈസ് ദ മാൻ ഹു ഐ മെറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കണ്ട മനുഷ്യൻ ഇയാളാണ്. ഇറ്റ് ഈസ് ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വാങ്ങിച്ച പേന ഇതാണ്. അപ്പോൾ ഒരാൾക്കുള്ള വിശേഷണമാണെങ്കിൽ ഹൂ എന്ന് ഉപയോഗിക്കുക. ഒരു വസ്തുവിനുള്ള വിശേഷണമാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വാങ്ങിച്ച പേന ഇതാണ്. അപ്പോൾ ഒരു വസ്തുവിനെയാണെങ്കിൽ വിച്ച് എന്ന് ഉപയോഗിക്കുക. ഒരു സ്ഥലത്തിനെയാണെങ്കിൽ ഏതായിരിക്കും ഉപയോഗിക്കുക? വേർന്ന് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ വേർന്നുള്ളതിനും വിച്ച് എന്നുള്ളതിനും ഹൂ എന്നുള്ളതിനും ഒക്കെ ആര്, എവിടെ, അങ്ങനെയുള്ള മീനിങ് മാത്രമല്ല, ഏതെങ്കിലും മാത്രമല്ല ഒരു വിശേഷണം പറയാൻ വേണ്ടിയിട്ടും ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take the plunge which appeared to him so desperate. His father and mother had come around to call him to him shrilly, scolding him, threatening to let him starve on his legs unless he flew away, but for the life of him he could not move. Okay. Even when each of his brothers and his little sister, whose wings were far shorter than his own, shortest. ഷോർട്ടർ എന്ന് പറയുമ്പോൾ ഏതാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അവനേക്കാൾ ചെറുതാണെങ്കിലും ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, റാൻ ടു ദ ബ്രിങ്ക്. ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരുന്നത്? റാൻ ടു ദ ബ്രിങ്ക്. ബ്രിങ്ക് മീൻസ് നമ്മൾ പറഞ്ഞു അതിൻ്റെ അറ്റം. Flapped their wings and flew away. He failed to muster up. Muster up means collect, ശേഖരിക്കുക, gather. അവൻ്റെ ധൈര്യം സംഭരിക്കുക. Courage to take that plunge which appeared to him so desperate. To take that plunge. Plunge means leap. ആദ്യത്തെ ആ കുതിപ്പ്, അതിനേക്കുള്ള ധൈര്യം സംഭരിക്കാൻ അവനക്ക് കഴിഞ്ഞില്ല. Which appeared to him so desperate. Desperate means hopeless. തീർത്തും അവന് നിരാശനായിരുന്നു. His father and mother had come around calling him. His father and mother had come around calling to him shrilly. Shrilly means loud voice. Shrilly means loud voice. അലറുക, ഉച്ചത്തിൽ വിളിക്കുക. Scolding him. Scold means ചീത്ത പറയുക. Then threatening. Threaten means ഭീഷണിപ്പെടുത്തുക. To let him starve. Starvation. Starvation means പട്ടിണി. Slavery means അടിമത്തം. Starvation പട്ടിണി. Hungry വിശപ്പ്. Let him starve on his ledge unless he flew away, but for the life of him he could not move. Okay. Even when each of his brothers and his little sister, അവൻ്റെ ചെറിയ സിസ്റ്റേഴ്സും ബ്രദേഴ്സും, whose wings were far shorter than his own, ഈ സീകളിനെക്കാട്ടിലും ചെറുതാണ് അവരുടെ ചിറകുകൾ.
എന്നിട്ട് പോലും ran to the brink. അവർ ആ ലെഡ്ജിലേക്ക് they moved to edge and flapped their wings. അവരുടെ ചിറകുകൾ അടിച്ചു and flew away. ഫ്ലൂ എന്ന് പറഞ്ഞു ഫ്ലൂ അവേ, അവർ പറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനേക്കാൾ ചെറിയ ചിറകുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും പറന്നു പോയിട്ടുണ്ടായിരുന്നു. He failed to muster up courage to take that plunge which appeared to him so desperate. പക്ഷേ അവനക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ആദ്യത്തെ ആ കുതിപ്പിനിക്കുള്ള ധൈര്യം സംഭരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവന് തീർത്തും നിരാശനായിരുന്നു. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കാളിംഗ് ടു ഹിം സ്റ്റില്ലി. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ അവൻ്റെ ചുറ്റും പറന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് അവനോട്. സ്കോൾഡിങ് ഹിം, അവനെ ചീത്ത പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാരൻസൊക്കെ നമ്മുടെ പാരൻസും ടീച്ചേഴ്സൊക്കെ നമ്മളോട് ചെയ്യുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളോട് അത് ആവർത്തിച്ച് പറയും. അതുപോലെ തന്നെ സ്കോൾഡ് ചെയ്യും, അതുപോലെ തന്നെ ത്രട്ടൻ ചെയ്യും. അങ്ങനെ ഒരുപാട് മെത്തേഡ്സുകൾ അവർ പുറത്തെടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ടു മോട്ടിവേറ്റ്, ടു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ദേഷ്യം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല അവരെന്ത് ചെയ്യുന്നത്? ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയൊന്നും ചെയ്യുന്നത്. അവർക്കുള്ള സ്നേഹം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കഴിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകളുടെ പാരൻസ് എന്തുതന്നെയാണ് ചെയ്യുന്നത്? അവനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. Then threatening to let him starve on his legs. നീ പറന്നിട്ടില്ലെങ്കിൽ എന്തായിട്ട് മാറും? നീ പറന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റാവ്, നീ പട്ടിണി കിടക്കേണ്ടി വരും. നിന്റെ ലെഡ്ജിൽ നിനക്ക് ആരും ഭക്ഷണം കൊണ്ടുവന്ന് തരില്ല, നീ അവിടെ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ത്രട്ടൻ ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടി വരും? പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൻ്റെ ആ ജീവിതം ആലോചിച്ചിട്ട് അവൻ എന്ത് ചെയ്യില്ല? അവൻ അവിടെ നിന്ന് അനങ്ങിയതേയില്ല. അത്രക്കും അവനക്ക് പേടിയായിരുന്നു. That was 24 hours ago. Since then nobody had come near him. The day before, all day long he had watched his parents flying about his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around raising a proud cackle. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. That was 24 hours ago. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 24 മണിക്കൂർ മുമ്പുള്ളതായിരുന്നു. Since then nobody had come near him. അവിടെ മുതൽ, അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഈ സമയം വരെ ഒരാളും അവൻ്റെ അടുത്തേക്ക് വന്നില്ല. The day before, all day long he had watched his parents flying about his brothers and sisters. ആ ദിവസം മുഴുവനും, കഴിഞ്ഞ ദിവസം മുഴുവനും അവൻ എന്താണ് ചെയ്തിരുന്നത്? Then he had watched his parents flying about his brothers and sisters. ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും കൂടെ അവൻ്റെ പാരൻസ് പറക്കുന്നത് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. Then perfecting them the art of flight. ആ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും perfecting them, അവരെ പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. അതായത് അവരുടെ പറക്കലിലെ മിസ്റ്റേക്കുകളൊക്കെ, അവരുടെ പറക്കുന്നതിലുള്ള മിസ്റ്റേക്സുകളൊക്കെ കറക്റ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. Teaching them how to skim. Skim means glide, തെന്നി മാറുക. Teaching them how to skim, എങ്ങനെയാണ് തെന്നി മാറേണ്ടത്. Teaching them how to skim. Skim means glide, തെന്നി മാറുക. The waves and how to dive for fish. Dive means you know that, jump, ചാടുക. Then he had in fact seen his older brother catch his first herring. Herring means it's a kind of fish. It's a popular one. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മത്സ്യമാണ് ഇത് ഹെറിങ്. ഹെറിങ് മീൻസ് മത്തി, ചാള എന്നൊക്കെ പറയല്ലേ, അതിനേക്കാണ് ഹെറിങ് എന്ന് പറയാം കേട്ടോ. ആൻഡ് ഡിവർ ഇറ്റ്. ഡിവർ മീൻസ് ഗൾപ്പ് വിത്ത് ഗ്രീഡ്, ആർത്തിയോടെ വിഴുങ്ങുക. ഗൾപ്പ് വിത്ത് ഗ്രീഡ്, ആർത്തിയോടെ വിഴുങ്ങുക, അതിനേക്കാണ് ഡിവർ എന്ന് പറയാം കേട്ടോ. ഡിവർ ഇറ്റ്, സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, while his parents circled around raising a proud cackle. And all the morning the whole family had walked about on the big plateau midway down the opposite cliff. Cliff means
vertical hard rock. Cliff means hard rock. ചെങ്കുത്തായ പാറക്കാണ് ഇത് പറയാം cliff. Laughing at his cowardice. Cowardice means ഭീരുത്വം, പേടി. ഓക്കെ, ദാറ്റ് വാസ് 24 hours ago. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ 24 മണിക്കൂർ മുമ്പുള്ള കാര്യങ്ങളാണ്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. ഒരാളും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. The day before, all day long, he had watched his parents flying about with his brothers and sister. Brothers-നെയും sisters-നെയും ഒക്കെ perfect. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister. പാരൻസ് ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ പറക്കുകയായിരുന്നു. ആൻഡ് പെർഫെക്റ്റ് ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അതുപോലെ പറക്കലിനെ അവരെ പെർഫെക്റ്റ് ആക്കുകയും ചെയ്യുന്നു. ദെൻ ടീച്ചിങ് ദം ഹൗ ടു സ്കിം. എങ്ങനെയാണ് തെന്നി മാറേണ്ടത്. ഈ വേവ്സ് ആ തിരമാലകൾക്ക് മുകളിലൂടെ എങ്ങനെയാണ് തെന്നി മാറേണ്ടതെന്നും ദെൻ ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. എങ്ങനെയാണ് മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി ചാടേണ്ടതെന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പാരൻസ് ആൻഡ് ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. He had in fact seen his older brother catch his first herring and devour it. അങ്ങനെ ഇവൻ ഇവിടെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ അവൻ്റെ ഓൾഡർ ബ്രദർ, അവൻ്റെ ബ്രദർ എന്ത് ചെയ്യുന്നു, ക്യാച്ച് ഹിസ് ഫേസ്റ്റ് ഹെറിങ്, അവൻ ആദ്യത്തെ ആ മത്സ്യത്തെ പിടിക്കുന്നു. ആൻഡ് ഡിവർ ഇറ്റ്, അതിനെ വിഴുങ്ങുന്നു. ഇതൊക്കെ അവനെ ഇവിടെ നിന്നിങ്ങനെ അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും പറക്കൽ പഠിപ്പിക്കുന്നുണ്ട്, മീൻ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹിസ് ഓൾഡർ ബ്രദർ കോട്ട് ഹിസ് ഫേസ്റ്റ് ഹെറിങ്, ആദ്യത്തെ ആ മത്സ്യത്തെ പിടിക്കുകയും അതിനെ വിഴുങ്ങുകയും ചെയ്തു. അതൊക്കെ അവൻ ഇവിടെ നിന്ന് വാച്ച് ചെയ്യുകയാണ്. Then while his parents circled around raising a proud cackle. അങ്ങനെ ആദ്യത്തെ and when he caught his first herring, his parents appreciated him. അവൻ്റെ പാരൻസ് അവനെ, ബ്രദറിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ റൈസിങ് എ പ്രൗഡ് കാക്കിൾ, വലിയ ശബ്ദം ഉണ്ടാക്കി എന്നുള്ള മീനിങ് എന്താണ്, അവനെ അപ്രീഷിയേറ്റ് ചെയ്തു, പ്രശംസിച്ചു. ആൻഡ് ആൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദി ബിഗ് പ്ലാറ്റ്യൂ മിഡ്വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെങ്കുത്തായ പാറയുണ്ട്, അതിലേക്കുള്ള ഒരു മിഡ്വേ ടേബിൾ ലാൻഡ്, ഒരു പരന്ന സ്ഥലത്താണ് ആ ഫാമിലി മൊത്തം നിന്നിരുന്നത്. ഇവൻ്റെ ഈ പേടിയെ കളിയാക്കിക്കൊണ്ട് ആ ഫാമിലി മൊത്തം അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. Okay, the sun was now ascending the sky, blazing warmly on his leg that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his legs. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried piece of eggshell. It was like eating a part of himself. The sun was now ascending the sky. Ascending the sky means ascending and descending. Ascending means rising, uyariga. Blazing warmly on his leg that faced the south. He felt the heat because he had not eaten. He had not eaten. Eaten. He had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail. Dried piece of mackerels. Mackerels means it's a kind of fish. Ayala എന്ന് പറയല്ലോ, അതിനൊക്കെയാണ് mackerel. Mackerel's tail. Tail means വാല്. Tail at the far end of his legs. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed. Gnawed means കാർന്ന് നോക്കുക. At the dried piece of eggshell, it was like eating a part of himself. Okay, the sun was now ascending the sky. സൂര്യൻ എന്ത് ചെയ്യാണ്, ഉയരുന്നു. Blazing warmly on his legs that faced the south. അവൻ്റെ ആ ലെഡ്ജിൽ തട്ടിയിട്ട് പ്രകാശിക്കുന്നുണ്ട്. Blazing warmly on his leg that faced the south. അവൻ്റെ ആ ലെഡ്ജിലേക്ക് പ്രകാശം എത്തുന്നുണ്ട്. He felt the heat because he had not eaten since the previous nightfall. He felt the heat because he had not eaten since the previous nightfall. അങ്ങനെ ഉദയ സൂര്യൻ്റെ കിരണങ്ങളേറ്റപ്പോൾ തന്നെ അവനക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഹീറ്റ് അനുഭവപ്പെട്ടു. കാരണം എന്താണ്, അവന് കഴിഞ്ഞ ദിവസമൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല.
Then he had found a dried piece of mackerel's tail at the far end of his sledge, and now he is searching for food. ഭക്ഷണത്തിന് വേണ്ടി അവൻ ഇങ്ങനെ തിരയുകയാണ്. Now there was not an Then he had found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെ അവൻ തിരഞ്ഞു നോക്കിയപ്പോൾ ആ ലെഡ്ജിന്റെ അറ്റത്തായിട്ട് ഒരു വാൽ കഷ്ണം കിടക്കുന്നുണ്ടായിരുന്നു. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. അവൻ അതിൽ when he searched upon this mackerel tail, അതിൽ സെർച്ച് ചെയ്തപ്പോൾ അവനക്കൊന്നും ലഭിച്ചില്ല. അത് there was not a single scrap of food left. Scrap means a piece. ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു വസ്തു പോലും അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. He had searched every inch. അവന് ഓരോ ഇഞ്ചും പരിശോധിച്ചു. റൂട്ടിംഗ് among the rough. റൂട്ടിംഗ് മീൻസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മീനിങ് വേര്. റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹി സെർച്ച്ഡ് ഡീപ്ലി, നന്നായിട്ട് അവന് സെർച്ച് ചെയ്തു. among the rough dirt caked straw nest. അവൻ്റെ ആ വൈക്കോല് കൊണ്ടുള്ള നുരുമ്പിയ ആ കൂട്ടിൽ അവന് സെർച്ച് ചെയ്തു. where he and his brothers and sister had been hatched. ആ കൂട്ടിലാണ് അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ വിരിഞ്ഞത്. hatched മീൻസ് വിരിയുക. ആ കൂട്ടിലാണ് അവർ വിരിഞ്ഞിട്ടുള്ളത്. ആ കൂട്ടിൽ പോലും അവൻ എന്ത് ചെയ്തു? ഹി സെർച്ച്ഡ്, അവന് പരിശോധിച്ചു. Then he even gnawed at the dried piece of eggshell, and when he searched in this nest, ഈ നെസ്റ്റിൽ അവൻ ഇങ്ങനെ പരതിയപ്പോൾ he got a dried piece of eggshell, ഒരു മുട്ടത്തോട് കിട്ടി. he even gnawed, അതിലവനിങ്ങനെ ചെറുതായിട്ട് കാർന്നു നോക്കി അവിടെയെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. he even gnawed at the dried piece of eggshell. It was like eating a part of himself. ആ എഗ്ഷെല്ലിൽ അവനിങ്ങനെ കൊത്തി നോക്കിയപ്പോൾ അത് എവിടെ തന്നെ ഭക്ഷണം തിരയുന്നത് പോലെയാണ്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ്റെ ഒരു പാർട്ടിൽ തന്നെ അവനക്കുള്ള ഭക്ഷണം തിരയുന്നത് പോലെയാണ്. കാരണം എന്താണ്? ആ മുട്ടയിൽ നിന്നാണ് അവന് വിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇപ്പോൾ അവിടെ തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം സെർച്ച് ചെയ്യുന്നത്. അത് അവൻ്റെ ഒരു ഭാഗം ഭക്ഷിക്കുന്നത് പോലെ തന്നെ ആണ്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ് ഹിയർ. ഐ തിങ്ക് യു ഗോട്ട് വെൽ and understood, and you can ask your doubts by WhatsApp. Okay, let's have a discussion. I will inform time and date. Okay, thank you.